ഹായ്, നിങ്ങൾക്ക് ബിഗ് ബോസ് സീസൺ 7 കുറിച്ച് അറിയായിരിക്കുമല്ലോ. ഞാൻ ഏകദേശം ബിഗ് ബോസ് സീസൺ 7 ഫസ്റ്റത്തെ എപ്പിസോഡ് തൊട്ട് ഇതുവരെ ഞാൻ കണ്ടെന്നുള്ള നിലയിൽ കുറച്ച് കാര്യം നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതുവരെ കണ്ടതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫേക്ക് ആയിട്ട് കളിക്കുന്ന ഒരാളെ തോന്നിയത്, എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നിയത് അനുമോളെയാണ്. കാരണം അനുവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രാമ ക്യൂയിൻ ആണ് ആള്. ആള് എവിടെയൊക്കെ ക്യാമറ ഉണ്ടോ അവിടെ എല്ലാം നോക്കി കരയും. അവിടെ പോയി നിന്ന് എന്ത് കാര്യം ചെയ്യുമ്പോഴും നോക്കും, ക്യാമറ എന്നെ നോക്കുന്നുണ്ടോ എന്ന് നോക്കി ചെയ്യുന്ന ഒരാളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അനുവിനെ. പിന്നെ ആദില, നൂറ, അവരൊക്കെ നല്ല രീതിയിലാണ് കളിച്ചിട്ടുള്ളത്. ഇതുവരെയും നല്ല രീതിയിലാണ് കളിച്ചിട്ടുള്ളത്. ആദില എവിക്റ്റ് ആയി പോയതിൽ എനിക്ക് ഭയങ്കര പേഴ്സണലി ഒരു വിഷമമുണ്ട്. കാരണം ആദില നന്നായിട്ട് കളിക്കുന്ന ഒരാളാണ്. ഇന്ന് എന്തുകൊണ്ട് എവിക്റ്റ് ആയി പോയി എന്ന് എനിക്ക് മനസ്സിലായതേ ഇല്ല. വേറെ മസ്താനിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒന്നും തന്നെ ഇല്ല. ആള് അവിടെ വന്ന എന്തിനാന്ന് തന്നെ ഒരു ഐഡിയ ഇല്ല. ആ രീതിയിലാണ് അവിടുന്ന് വന്നതും അറിഞ്ഞില്ല, പോയതും അറിഞ്ഞില്ല. അങ്ങനെയുള്ള ഒരു ആളാണ് മസ്താനിയെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ. അക്ബറിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഗെയിമറാണ് അക്ബർ. എനിക്ക് അങ്ങനെയാണ്, എനിക്ക് പേഴ്സണലി, എന്റെ പേഴ്സണലി ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അക്ബറിനെ എനിക്ക് നല്ലൊരു ഗെയിമറായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ആള് തുടക്കം തൊട്ട് അവസാനം വരെയും നല്ല രീതിയിൽ ജെന്യൂനായിട്ട് നിന്ന് കളിച്ചിട്ടുള്ള ഒരാളാണ് അക്ബർ. സോ എന്താ പറയാ, ഓരോ കാര്യമാണെങ്കിലും അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുക, എന്താ ഒരുപാടങ്ങ് എവിടെയും പേഴ്സണലി കയറാതെ നല്ല ഒരു ജെന്യൂനായിട്ട് തന്നെ നിന്ന് കളിക്കുന്ന ആളായിട്ടാണ് എനിക്ക് അക്ബറിനെ തോന്നിയിട്ടുള്ളത്. പിന്നെ അനീഷും ആദ്യം തൊട്ട് അവസാനം വരെയും ജെന്യൂനായിട്ട് തന്നെ നിന്ന ആളാണ്. ആള് ഒരു ഗ്രൂപ്പിലും പെടത്തില്ല എന്ന് കണ്ടിട്ട് കുറെ കഴിഞ്ഞപ്പോ ഒരു ഗ്രൂപ്പിൽ കയറാൻ തുടങ്ങി, ഫ്രണ്ട്ഷിപ്പ് ആവാൻ തുടങ്ങി. അത് കഴിഞ്ഞ് വീണ്ടും ഓരോ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവാൻ തുടങ്ങി. അങ്ങനെ ഒരു കാലുമാറ്റം എനിക്ക് അവിടെ ഫീൽ ചെയ്തു. പിന്നെ എല്ലാ ആൾക്കും ഫസ്റ്റ് തന്നെ വേണം, ഭയങ്കര പിടിവാശി, അതൊക്കെ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അനുമോളുടെ വേറൊരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, അനുമോളുടെ ബെഡിൽ നെവിൻ വെള്ളം ഒഴിച്ചൊരു കേസ്. വെള്ളം ഒഴിച്ചത് മോശമായി പോയി എന്നാണ്, അതെല്ലാവരുടെയും അഭിപ്രായം, മോശമായി പോയി തന്നെയാണ്. ഒരുപാട് അങ്ങനെ ചെയ്യണ്ടായിരുന്നു. പക്ഷേ നെവിൻ ആളെ ജസ്റ്റ് ഒന്ന് കുടഞ്ഞതേ ഉള്ളായിരുന്നു. അനുമോള് ഒരു കുപ്പി എടുത്തിട്ട് നിറച്ച് വെള്ളം ഒഴിച്ചു. അപ്പൊ അതിന് ട്രിഗർ ആയിട്ട് നെവിൻ തിരിച്ചൊഴിച്ചു. അങ്ങനെയാണ് ചെയ്തത്. അല്ലാതെ നോർമലി എന്താ നെവിൻ പോയി വലിയ മഗ് എടുത്തിട്ട് വെള്ളം ഒഴിക്കുക, അങ്ങനെ ഒരു കാര്യങ്ങളും അവിടെ ചെയ്തിട്ടില്ല. പിന്നെ ആ ഒരു ബെഡിന്റെ കേസ് വന്ന സമയത്ത് അനു ഒരു സോഫയുടെ ഇടയ്ക്ക് പോയി കിടക്കുന്നതായിട്ടാണ് കണ്ടത്. അവിടെ സോഫയ്ക്കകത്ത് കിടക്കുക, അവിടെ ഒരുപാട് സോഫയുണ്ട്, അവിടെ ഒക്കെ